4 പേരുടെ ഒരു ബിഗ് ഡ്രീമാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വി ആർ ട്രൂലി honored to have and among us today the guiding lights and esteemed dignitaries who have made this journey possible. ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന ആ അത്യന്തം അനുഗ്രഹീതമായ നിമിഷം വന്നെത്തിയിരിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യൂ. എന്നും ലോകത്തിന് മാതൃകയായി നിലകൊള്ളുകയാണ്. നമുക്ക് ആർക്കും സിനിമാ രംഗത്ത്, മലയാള സിനിമാ രംഗത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല. എന്നിരുന്നാലും നമ്മൾ അറിയണം, സാജു നവോദയാണ് ഗംഗ എന്ന സിനിമയുടെ ഇതിലുള്ള ആദ്യത്തെ സിനിമ ഗംഗ. അതിന്റെ കഥ, തിരക്കഥ, സംവിധാനം അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കും. പ്രശാന്ത് കഞ്ഞിരമറ്റം, അദ്ദേഹത്തിന്റെ കഥ യമുന എന്ന കഥയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നിരവധി സ്റ്റേജ് ഷോകളിൽ അവതാരകനായും സ്കിറ്റുകളുമായും പ്രേക്ഷകരുടെ പ്രിയതാരം പ്രശാന്ത്. യമണ്ടൻ കഥ എന്ന് പറയുന്ന ഒരു യമണ്ടൻ പ്രേമകഥ, ആ ചിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ വില്ലനായി അതിമനോഹരമായി മലയാള സിനിമ പ്രേക്ഷകരെ അവരുടെ മനസ്സുകളിലേക്ക് ആഴത്തിൽ കടന്നിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കഥയാണ് യമുന. ശ്രീ പ്രശാന്ത് കഞ്ഞിരമറ്റത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീജു അഞ്ചുമല. ശ്രീജു അഞ്ചുമല ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം മറക്കാൻ പറ്റുവാണെങ്കിലും മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാൻ പറ്റൂല. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ത് രസമാണ് ഓണം വരിക തന്നെ. ഓക്കെ, അങ്ങനെ മലയാള മിമിക്രി രംഗത്ത്, ഹാസ്യരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ പേര് സിന്ധു. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതാണ് ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി. പുഞ്ചിരി ട്രാവൽസ് എന്ന സീരിയൽ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത പുഞ്ചിരി ട്രാവൽസ്. ആ പുഞ്ചിരി ട്രാവൽസ് മലയാള പ്രേക്ഷകർക്ക്, മലയാള കുടുംബങ്ങളിൽ സമർപ്പിച്ച വ്യക്തിത്വം. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഹ്രസ്വ ചിത്രങ്ങൾ. ചിത്രം കാശി എന്ന ചിത്രത്തിന് ശ്രീ ലാൽപ്രിയൻ 91 പുരസ്കാരങ്ങളാണ് കിട്ടിയത്. നാലോചിക്കും, ഒരു ചെറിയൊരു ചിത്രം, ആ ചിത്രത്തിന് 91 പുരസ്കാരങ്ങൾ നേടുക എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കപ്പെട്ടതാ. എത്ര പേർക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. ഇനി ഉണ്ടോ ഇല്ലെന്ന് എന്റെ അറിവിലില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊന്നും ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിന് പുറത്തുള്ള ഉണ്ടെന്ന് നമുക്ക് തപ്പി നോക്കേണ്ടി വരും. അപ്പൊ 91 ചിത്രങ്ങൾ, 91 അവാർഡുകൾ കരസ്ഥമാക്കി. ഇന്ന് ബോധി എന്ന് പറയുന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധേയമായ ഒട്ടേറെ ക്ഷേത്ര സംബന്ധമായ അനുഭവങ്ങൾ നമുക്ക് വരച്ചു കാട്ടി നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ആധ്യാത്മിക തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ലാൽപ്രിയൻ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് സരസ്വതി. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഈ 4 ചിത്രങ്ങളും ഒരുമിച്ച് ഒരു ചിത്രമായിട്ടാണ് രൂപാന്തരപ്പെടുന്നത്. 2.5 മണിക്കൂർ അത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു നവ്യാനുഭവമായിരിക്കും നൽകുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് മൈക്ക് ആർക്കാ കൊടുക്കണ്ടേ? ആർക്കാ? ധർമ്മജൻജിക്ക് കൊടുക്കാൻ പറഞ്ഞു.
പ്രസാദോ മനോജ് ഗിന്നസ് എല്ലാവരും കൈയടി കൊടുത്തേക്കാം. എല്ലാവരും ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം ഒരു വൻ വിജയമാകട്ടെ എന്നാണ്. ഞാൻ അതല്ല പറയുന്നത്. ഈ 4 പേരും ചേർന്ന് ഇതിന് ശേഷം നിർമ്മിക്കാൻ പോകുന്ന വലിയ ഫീച്ചർ ഫിലിംസ് ഉണ്ട്, അതും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ. ആദരണീയനായ ദേവ്ജി, പ്രസാദൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഈ സംസാരിക്കുന്ന എല്ലാ നല്ല ആൾക്കാരും, ഇതിൽ 4 പേരും കൂടി സംവിധാനം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ലാൽ പ്രിയൻ ചേട്ടന് കുഴപ്പമില്ല, അത് ചെറിയ സ്വയൊക്കെ ഉണ്ട്. 4 പേരും കൂടി ചെയ്യാൻ പോയാണ് എൻ്റെ ഇതിൽ. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒന്നാൾക്കാരാണ്. പക്ഷെ 4 പേരും നല്ല കഴിവുള്ള ആൾക്കാരാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർ നല്ല ചിത്രങ്ങൾ ഒരുക്കും. ഗംഗ, യമുന, സരസ്വതി വരെയുള്ള പരിപാടികൾ നല്ല രീതിയിൽ നടക്കും. ഇതിൽ ഏതിലാണ് എനിക്ക് വേഷമുള്ളതെന്ന് എനിക്കറിയില്ല. അതായത് ഇവന്മാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉദ്ഘാടനത്തിനും അതിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് പടത്തിലാണ്, പ്രശാന്തിൻ്റെ പടത്തിലാണോ സാജുവിൻ്റെ പടത്തിലാണോ ഇതിലാണ് ഞാനുള്ളതെന്ന് അറിയാൻ പാടില്ല. അപ്പം അതും ഒരു കടകഥയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വളരെ ഭംഗിയായിട്ട് എല്ലാം വരട്ടെ എന്നാണ് ഇതിവിടെ തീരുമാനം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മനസ്സിലും ഉള്ളത് ഇത് ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. ഇത് ഭംഗിയായിട്ട് നടക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്നവരെ, ഇവിടെ വന്നിട്ടുള്ളവരെ എല്ലാവരും ഇവരോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്, അവരോട് സ്നേഹമുള്ള ആൾക്കാരാണ്, അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അവരുടെ വളർച്ച ആഗ്രഹിക്കുന്ന വളർച്ച വളരെ ഭംഗിയായിട്ട് നമസ്കാരം. അപ്പം എല്ലാവരും വന്നിട്ടുള്ള എല്ലാവരും അവരുടെ നന്മ ആഗ്രഹിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. വളരെ ഭംഗിയായിട്ട് അവരുടെ സിനിമ സംഭവിക്കട്ടെ. ഒരുപാട് നല്ല പുരസ്കാരങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ സംസാരിച്ച പോലെ ലാൽജി പുരസ്കാരങ്ങൾ കിട്ടിയ പോലെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുന്ന നല്ല സിനിമകൾ ആയിരിക്കട്ടെ. അവരുടെ 4 സിനിമകളും വളരെ ഭംഗിയായിട്ട് വരും. അത് അവരതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവരുടെ ഒരു പ്രയത്നമാണ്, ആദ്യത്തെ പ്രയത്നമാണ്, അത് അവരുടെ തുടക്കമാണ്. ആ തുടക്കം വളരെ ഭംഗിയാകാൻ എൻ്റെയും പ്രാർത്ഥന ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നന്നാകട്ടെ. പ്രദീപ് പള്ളുരുത്തി ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, പക്ഷെ ഞാൻ വൈകിയത് ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ ഈ നമ്മുടെ സാജു, ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളയ്ക്ക് പോകുമ്പോൾ മിമിക്രിയൊക്കെ കാണിച്ചിട്ട് സാജു ഗിന്നസിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അതുകൂടാതെ മറ്റു ട്രൂപ്പുകളിലൊക്കെ നടക്കുമ്പോൾ സാജു, ഞാനങ്ങനെ വലിയ മിമിക്രിക്കാരനും അതുപോലെ ഡാൻസറും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതിനുശേഷം സാജു പിന്നെ അയാളുടെ പ്രവൃത്തി പഥത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴൊക്കെ ഒരുപാട് നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ആളാണ്. അതുകൂടാതെ നമ്മുടെ ഷിജു അഞ്ചുമന ഓണത്തിനടക്ക് പൊട്ടുവെച്ചതോ കാസറ്റിൽ ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു ജഡ്ജിങ് കമ്മിറ്റി കണ്ടെത്തിയ മുത്താണ്. ഇവനാള് ചെറിയ ആളായിരുന്നു. അപ്പോൾ എഴുതാൻ വേണ്ടി വരുമ്പോൾ ആളെങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇരുന്ന ഒരു ജഡ്ജിങ് കമ്മിറ്റി ആയിരുന്നു ഞങ്ങൾ.
ആ പിന്നെ ഇതിൽ ആള് പാസ്സാവുകയും അതുമാത്രമല്ല ഒരുപാട് ഡിഗ്രി എടുക്കുകയും പ്രസാദിയറിനെ പോലെ മിമിക്രിയുടെയൊക്കെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന പ്രസാദിയറിൻ്റെയൊക്കെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇനി ഈ ലാൽപ്രിയനെ കുറിച്ച്, ലാൽപ്രിയൻ സംവിധാനം ചെയ്ത പുഞ്ചിരി ട്രാവൽസ് എന്ന് പറഞ്ഞ സീരിയല് എനിക്ക് ശരിക്കും പറഞ്ഞ പാട്ടും പാടി വെറുതെ നടന്നാൽ മതിയായിരുന്നു. പക്ഷേ അവന് ഞാൻ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. അത് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമാണ്. ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഏത് സംരംഭമായാലും ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ലാഭം കൊയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഇതുകൊണ്ട് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടട്ടെ എന്നാണ് പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത. അപ്പോൾ അങ്ങനെ വരികയും അങ്ങേരുടെ കഴിവ് തെളിയിച്ച് ഒരുപാട് ഇപ്പോൾ കാശി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, കാശി ഷോർട്ട് ഫിലിമിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരനായിട്ട്, താടിയൊന്നും ഇല്ലാത്തൊരു പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്ന് പറയുന്നത്, ഞാൻ അഭിനയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അഭിനയിപ്പിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളെ കൊണ്ടുപോലും നന്നായി അഭിനയിപ്പിക്കുവാൻ കഴിവുള്ള വളരെ ക്രാഫ്റ്റുള്ള ഒരു മനുഷ്യനാണ് ലാൽപ്രിയൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ പുഞ്ചിരി ട്രാവൽസിലെ നായകൻ, ഞാൻ പറഞ്ഞില്ലേ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചുവെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഈ സാധനം 54 എപ്പിസോഡ് കൊണ്ടുപോയി. 54 എപ്പിസോഡ് തീർത്ത് കൈരളി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരെണ്ണം കൂടി ചെയ്തുകൂടെയെന്ന്. ഞാൻ സമസ്താപരാധം പറഞ്ഞ് രക്ഷപ്പെട്ടു, കാരണം പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ നായകനായിരുന്നു നമ്മുടെ പ്രശാന്തിനെ എഴുതാനറിയാം, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഈ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഈ പ്രിയ സംരംഭത്തിൽ എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, ഇതൊരു നദിയുടെ കുറേ നദികളുടെ പേരായതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു 2 പേര് മാണിക്യ വീണാമുപരാലയം ദി മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീ മാതംഗ കന്യാം മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ പുൽരേച്ചു പാശാങ്കുച പുഷ്പബാണഹസ്തേ നമസ്തേ നമസ്തേ ജഗദൈകമാതഃ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പ്രദീപേട്ടൻ വൈകി വന്നതുകൊണ്ട് നിങ്ങളുടെ ഈശ്വര പ്രാർത്ഥന വേറൊരാളിലേക്ക് മാറി. ചേട്ടാ പാഷാങ്കുച എന്ന് പറഞ്ഞാൽ പാഷാഷാജിനെ പറ്റിയാണോ? നമസ്കാരം. വേദിയിൽ നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയരെ, ഒരുപാട് ആളുകളെ എല്ലാവരെയും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മിക്ക ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയമുള്ളതാണ്. നമ്മൾ സിനിമയിൽ ഒരുപാട് പൂജയ്ക്കും അങ്ങനെയുള്ള ടൈറ്റിലൊക്കെ നമ്മൾ പോകാറുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ പലരോടും നന്നായി വരട്ടെ, വിജയിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 4 പേരുടെ ഒരു ഉദ്യമമാണ്. അതിൽ ഓരോരുത്തരും ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഞാനായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ ചെറിയ രീതിയിൽ ഒരുപാട് പോകുന്നില്ല, 2 വരിയിൽ കാരണം ഒരുപാട് പറയാനുണ്ട്. സാജു ചേട്ടൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. സാജു ചേട്ടനെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടുന്നതിന് മുമ്പ് സാജു ചേട്ടൻ ഇടപെട്ട് തീർത്തിരിക്കും. അതാണ് സാജു ചേട്ടൻ. വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ല, അല്ലാതെ. കാരണം പുള്ളിയൊക്കെ അത് ഞാനൊക്കെ എവിടെയെങ്കിലും ഒരു നൊമ്പരപ്പെട്ടെന്നോ എന്തെങ്കിലും ഒരു വേദനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിളി വരുന്നത് സാജു ചേട്ടൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ആ സാജു ചേട്ടൻ എൻ്റെ പുതിയൊരു സംരംഭമാണ്.
ഇനി കാഞ്ഞിരേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ കാഞ്ഞിരേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. കാഞ്ഞിരേട്ടൻ പ്രശാന്തേട്ടൻ്റെ ഷോർട്ടാണ്. ഞാൻ എഴുതുന്ന സമയത്ത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ആ സമയത്തിൽ സിനിമ നിനക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന, എന്നേക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് കാഞ്ഞിരേട്ടൻ. പിന്നീട് എനിക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഹിമണ്ടം പ്രേമകഥയിലൊക്കെ അദ്ദേഹത്തിന് ചെറിയ വേഷമാണെങ്കിൽ പോലും അത് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹവും പുതിയൊരു സംവിധാനത്തിലേക്ക് കിടക്കുകയാണ്. ഇനി ഉള്ളത് ഷിജിച്ചേട്ടനാണ്. ഷിജിച്ചേട്ടനെ ഞാൻ കണക്ട് ചെയ്യുന്നത് പ്രദീപേട്ടനാണ്. കാരണം ഓണത്തിലൊക്കെ കുട്ടിവെച്ചോടത്തിലൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രദീപേട്ടനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പ്രദീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്ത ആളാണ് ഞാൻ ഷിജിച്ചേട്ടന്. ഷിജിച്ചേട്ടൻ വന്ന് പ്രദീപേട്ടൻ്റെ വീട്ടിൽ ഫോണൊക്കെ എടുക്കുക, അറ്റൻഡ് ചെയ്യുക, അത് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഷിജിച്ചേട്ടനായിട്ടുള്ള പരിചയം. പക്ഷെ ഷിജിച്ചേട്ടൻ ഈ അടുത്ത കാലത്ത് ഷിജിച്ചേട്ടൻ പറയാമല്ലോ അല്ലേ എന്താണെന്ന് പറഞ്ഞേക്കാം. ഈ അടുത്ത കാലത്ത് ഷിജിച്ചേട്ടൻ എന്നെ നായകനാക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ നോർമലി നമ്മൾ മിമിക്രി എഴുതുന്നവരുടെ രീതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഗംഭീരമായൊരു സ്ക്രിപ്റ്റാണ് ഷിജിച്ചേട്ടൻ കൊണ്ടുവന്നത്. അത് എത്രയും പെട്ടെന്ന് ഷിജിച്ചേട്ടൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി ലാൽജിയുടെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽജിനെ പരിചയപ്പെടുന്നത്. കാശി അത് ഗംഭീര ഷോർട്ട് ഫിലിമാണ്. പിന്നീട് അവർ ഫീച്ചർ ഫിലിം ആക്കാനൊക്കെ പോയി, ചില സാങ്കേതിക കാരണങ്ങളാലും നടന്നില്ല. എന്തായാലും ചേട്ടനും എല്ലാവരും, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെയും വിജയമാണ്. അപ്പോൾ ഈ ഒരു പുഴയുടെ പേരാണല്ലോ മൊത്തം. ഈ പറയുന്ന ഗംഗ എന്ന് പറയുന്നത് അതൊരു പുണ്യമാണ്. സിന്ധു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരമാണ്. പിന്നെ ഈ പറയുന്ന വളരെ സരസ്വതി ദേവിയാണ്, എഴുത്താണ്, അക്ഷരമാണ്. അപ്പോൾ ഈ പുഴ പോലെ തന്നെ ഒരു തട്ടും തടിയും ഇല്ലാതെ എന്താ പറയുന്ന ഒരു നന്നായിട്ട് ഒഴുകാൻ പറ്റട്ടെ ഈ സിനിമ, എല്ലാവരുടെയും മനസ്സിലേക്ക് ഒഴുകാൻ പറ്റട്ടെ. ആന്തോളജി എന്ന് പറയുന്ന നാല് രീതിയിലാണ് എങ്കിലും സിനിമ എന്ന് പറയുന്ന ഒറ്റ കണ്ണിയിലാണ് ഇത് ഒന്നാകുന്നത്. ഇത് ഇവരുടെ 4 പേരുടെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. എനിക്ക് 100% ഉറപ്പാണ്. 4 കഥയാണെങ്കിലും ഇതൊരു താമരതൂല് പോലെ നിങ്ങളുടെ മനസ്സുപോലെ തന്നെ ഒറ്റക്ക് ഒരു സ്ഥലത്തിൽ ഇത് വന്ന് നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ഒരു വ്യക്തിത്വം കൂടി കടന്നു വന്നിട്ടുണ്ട്. രശ്മി അനിൽ. താങ്ക് യു. രശ്മി അനിൽ അവിടെ ഇരുന്ന് കാണത്തില്ല, അതുകൊണ്ട് മുന്നോട്ട് നീക്കി എത്തി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ. എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർ, എല്ലാവരും അടുത്തറിയാവുന്നവർ. ഇപ്പോൾ പ്രശാന്തേട്ടനാണ് വിളിച്ചത്. ഷീച്ചേട്ടനും സായിച്ചേട്ടനും വിളിച്ചിട്ടല്ല ഞാൻ വന്നത്. പ്രശാന്തേട്ടൻ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. അതെ, പ്രശാന്തേട്ടനെ മാത്രം ഞാൻ കുറച്ച് പൊക്കി പറയാം. പക്ഷെ എന്നാലും വന്ന വഴി മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് കോമഡി ഫസ്റ്റ് വേണ്ടി വരുന്ന സമയത്താണ് സായിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഫീമെയിൽസിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ക്യൂൻസ് എന്ന് പറഞ്ഞൊരു ടീമും പിന്നെ സായിച്ചേട്ടൻ്റെയൊക്കെ ടീം, എല്ലാവരുടെയും ടീമുകളുണ്ട്. പക്ഷെ അതിൽ കുറച്ച് നമ്മളെ അറിയപ്പെട്ട് തുടങ്ങിയതും എല്ലാം കോമഡി ഫെസ്റ്റിവലിലൂടെയാണ്. അന്ന് തന്നെ സായിച്ചേട്ടൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ഉൾപ്പെടുത്തുമായിരുന്നു. അതിനൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ അദ്ദേഹം നായകനായിട്ട് ചെയ്ത സിനിമ കരിങ്കണ്ണനകത്തിലും നല്ലൊരു ക്യാരക്ടർ തന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ബിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാമല്ലോ നമുക്ക്. ഷോയ്ക്കൊക്കെ പോകുമ്പോൾ, പൂനെയിലൊക്കെ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ, അത് മറന്നുപോയേ, ഷോയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകായിരുന്നു. അതും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഷീച്ചേറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷീച്ചേറിനെ ഒരു സമയത്ത് സുജ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, രശ്മിക്ക് പേയ്മെന്റ് ഒന്നും പറയാൻ അറിയത്തില്ലേന്ന്. എന്തൊരു കാര്യം വന്നാലും ഏതൊരു വർക്ക് വന്നാലും അപ്പം ഞാൻ ഷീച്ചേറിനെ വിളിക്കും. ഷീച്ചേട്ടൻ ഞാൻ എത്ര രൂപ പേയ്മെന്റ് പറയണം, അതുപോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം പഠിപ്പിച്ചു തന്ന ഷീച്ചേട്ടനായിരുന്നു. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഷീച്ചേട്ടനെ. കോമഡി സ്റ്റാർസിൽ ഷീച്ചേട്ടനെ ഗ്രൂമറായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഷീച്ചേട്ടനോട് ഇപ്പം നന്ദി പറയുന്നു. പിന്നെ ലാൽചേട്ടനെ എനിക്ക് പരിചയമായി. ചേട്ടാന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങ് കൊച്ചായി പോയപോലെ. ഇദ്ദേഹത്തെ പരിചയം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ കൂടെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമയിൽ എന്തായാലും കാണുമായിരിക്കുമല്ലോ ഞാൻ. പക്ഷെ പ്രശാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്തേട്ടന്റെ സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേലും ആയിക്കോട്ടെ, പോട്ടെ കേട്ടോ, പറയാം നമുക്ക്. എന്തേലും മനസ്സിൽ തോന്നിയാലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.
ഇനി ഒരുപാട് ഈ 4 സിനിമകളും ഒന്നിച്ച് ഇപ്പം ബിബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു നൂലിലെ 4 സിനിമകളും ഇങ്ങനെ ഒഴുകി 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 ഒരു പുഴ പോലെ ഒഴുകി പോട്ടെ. അപ്പം നല്ല വിജയമാവട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ, എല്ലാവിധ ആശംസകൾ. താങ്ക് യു. മനോജ് ചേട്ടനെ പറഞ്ഞില്ല, പ്രദീപേട്ടനെ പറഞ്ഞില്ല. മനോജ് ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ മനോജ് ചേട്ടനെ ഞാൻ ഒരുമിച്ച് ഇതുപോലെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാ വർക്കുകളിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുമല്ലോ ഏട്ടാ. കാണുമ്പോൾ നമ്മൾ സംസാരിക്കാൻ നല്ല സ്നേഹമാണ്. പ്രസാദേട്ടൻ അതുപോലെയാണ്. പ്രസാദേട്ടൻ എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഡാൻസ് അറിയാവോ എന്ന് ചോദിച്ചിട്ടാണ് പ്രസാദേട്ടൻ വിളിക്കുന്നത് പ്രസാദിന്റെ ടീമിലേക്ക്. പക്ഷെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് നന്നായിട്ട് ഡാൻസ് അറിയാവുന്നു. പിന്നെ പ്രദീപേട്ടനും ഞങ്ങളും USA ട്രിപ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ 1 മാസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ധർമ്മേട്ടനുമായിട്ട് എന്താ നല്ല കൂട്ടാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു ഒരു ബന്ധമില്ല. അടുത്തതായി മനോജ് ഹിമേഷ്. നമസ്കാരം പ്രസാദേട്ടൻ, വിശിഷ്ടരായ അതിഥികളെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഒരു നിമിഷമാണ്. ഈ നിൽക്കുന്ന എല്ലാവരും എൻ്റെ സഹപ്രവർത്തകരാണ്. ഇടയ്ക്ക് ഞാൻ കട്ടവണാണ്, മൈക്ക് കട്ടവണാണ്. മിമിക്രി കഴിഞ്ഞാൽ അടുത്തൊരു സിനിമയാണ്. ആ മേഖലയിലേക്ക് എൻ്റെ കൂട്ടുകാർ പ്രവേശിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു, വിജയാശംസകൾ നേരുന്നു. വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹലോ, പരിസര പ്രവീൺ എവിടെ പോയി? എവിടെയായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. വേദിയിലും ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നും വിളിക്കുന്ന, എന്നും കാണുന്ന, എന്നും സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾ, സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഷിജു അഞ്ജുവിനെ ഇന്നലെയും കൂടെ എന്നെ ഡയറക്റ്റ് ചെയ്തുള്ളൂ. എല്ലാ ആഴ്ചയിലും എന്നെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഹലോ, പിന്നെ പ്രശാന്ത് ഞാൻ ഒരുമിച്ചാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ സാജു എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇന്ന് മലയാള സിനിമയിൽ കുറച്ച് സിനിമകൾ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് ജോയിൻ ചെയ്തതും എന്നെ വിളിച്ചതും എൻ്റെ സഹായകരാണ്. ശാന്തം പ്രസാദും മാറിപ്പോയിട്ട് കോൾ അങ്ങോട്ട് പോകണം. ഇനി സൂരജ് പാലക്കാരൻ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി എന്നോണം നമ്മുടെ ട്രൂ TV-യിലൂടെ അല്ലാതെ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര്. ഈ കഴിഞ്ഞ ഇടയ്ക്കും അല്ലേ ഒരുപാട് വ്യവസായ പ്രമുഖരുടെ ശത്രുത ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. നമസ്കാരം. ഇവിടെ ബിബിൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞ് മിമിക്രി ഒരു ഇത് കഴിഞ്ഞിട്ട് സിനിമ തന്നെയാണ് സ്വപ്നം. അഞ്ജുവിനെ ഇവൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, സിനിമയായില്ലേ. അപ്പം ആയടാ റെഡി ആയിട്ട് കുറെ പേരെ കാണുന്നുണ്ട്, ഒന്നും അങ്ങനെ ആവുന്നില്ല. ഭയങ്കര ആ പറച്ചിലിൽ നമുക്കറിയാം മനസ്സിന്റെ വിഷമം, ഇതിനോടുള്ള ഒരു പാഷൻ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ. അപ്പം പ്രശാന്ത് ആണെങ്കിലും സാജു ആണെങ്കിലും ലാൽപ്രിയനാണെങ്കിലും ഇവരൊക്കെ ഉള്ളിൽ സാജുവിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പും സാജുവിന് ഞങ്ങൾ പണ്ട് ദൃശ്യ എന്ന് ഒരു ട്രൂപ്പിൽ പോയിരുന്നു. പണ്ട് വർഷങ്ങൾ കോട്ടയത്തൊരു ട്രൂപ്പിൽ. അപ്പൊ അന്നും ഈ ആജുവിന് ഡാൻസ് ആയിരുന്നു അറിയാം, സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു. കുഴപ്പമുണ്ടോ? അപ്പൊ അങ്ങനെയാണ് രശ്മിയെ കാണുന്നത്. രശ്മിയുടെ അഭേദ്യമായ പ്രണയം, പ്രണയത്തിലൊക്കെ കാഴ്ചക്കാരായിട്ട് അപ്പൊ അന്ന് രശ്മിയുടെ കല്യാണം സജുവിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ വിവാദമായ കല്യാണമായിരുന്നു. അപ്പൊ ഞാനും പ്രശാന്തും ഗിരീഷും എല്ലാം കൂടെ അന്ന് സ്റ്റീലിന്റെ പുട്ടോടെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഷെയർ ഇട്ട്, അപ്പൊ ഞാനന്ന് 25 രൂപ, ഇവനെ കൂടുതൽ പൈസയാണ് ബൈക്കിനൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ പുട്ടോടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിയുമ്പം ചെറിയ വീട്ടില് രശ്മി താഴെ കിടക്കുകയും ഞാനും സാജു കൂടെ കട്ടിലേക്ക് കിടന്ന കഥയുണ്ട്. ഈ കഥ പുതിയ കഥയല്ലേ, പറഞ്ഞിട്ടില്ല, ആ പുട്ട് നിന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയും സിനിമയോടുള്ള അർപ്പണബോധം, സിനിമ എന്ന് പറയുന്നത് വന്ന് ഭവിക്കേണ്ടതാണ്. ഇവിടെ കൊണ്ടുവന്നു ചിരിച്ചു. സിനിമ എന്ന് പറയുന്നത് ഒന്ന് ഭവിക്കേണ്ടതാണ്. ആ സമയം എത്തിയിരിക്കുകയാണ്. ജഗദീശ്വരൻ ഇവരുടെ 4 പേരുടെ ഒപ്പം ഉണ്ടാവട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും ആത്മാർത്ഥമായ ഹൃദയം തൊട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. താങ്ക് യു. നമ്മുടെ ചടങ്ങിന്റെ അവസാന ഭാഗത്തേക്കൊക്കെയാണ്. 1.5 മണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. ഈ ബാറിലൊക്കെ 12 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്ന പറയുന്ന പോലെ ഇനി നമ്മൾ സമയം എടുത്താൽ ഇവർ ഓഫ് ചെയ്യും.
പ്രതിനിധിത്വം ക്ഷമിച്ചു പോകും. അതുകൊണ്ട് വളരെ പ്രമുഖരായ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നതും ഇവിടെ ഇരിക്കുന്നവരും എല്ലാം പ്രമുഖർ തന്നെയാണ്. ഒരു മാറ്റവുമില്ല ഞങ്ങളെ സംബന്ധിച്ച്. എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. 2 വാക്ക് പറയാൻ സജി ചേട്ടനെ കൂടെ ഒന്ന് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കിടക്കും. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം. ഈ കലാകാരന്മാർ അല്ലെങ്കിൽ ഈ ഒരു തലമുറ ശരിക്കും മലയാളിയുടെ എല്ലാവിധമായിട്ടുള്ള സന്തോഷങ്ങളും ഏറ്റവും കൂടുതൽ അവരുടെ വീടുകളിൽ എത്തിക്കുന്നവരാണ്. നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഇദ്ദേഹത്തിൻ്റെ ചില ഡയറക്ഷൻസ് ഒക്കെ കാണും, ചിന്തിക്കും ഇത്രയും ആശയങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ 4 ആളുകൾ അവർ ചെയ്യുന്നൊരു ഉദ്യമം അത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് നമ്മുടെ നദികൾ. അത്രയും പുണ്യമായിട്ടുള്ള ആ നദികളുടെ പേര് അത് ഒഴുകി ഇന്ത്യക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാക്കിയ പോലെ ഈ നദി മലയാള സിനിമയ്ക്ക് വലിയ വലിയ മാനങ്ങൾ, അഭിവൃദ്ധി, ഇത് വലിയ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് മാത്രം പറയുന്നു. എല്ലാവിധ വിഭാവങ്ങളും ഈ കലാകാരന്മാർക്ക് നേരുകയാണ്. നമ്മളെല്ലാവരും നമ്മളുടെ എല്ലാ പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് വേണ്ട എല്ലാ പ്രൊമോഷൻസും കൊടുത്ത് ഇത് ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ഒരു സിനിമയായിട്ട് അതിനെ കൊണ്ടുപോകാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് പറയുന്നത്. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നന്ദി പ്രകാശനമാണ്. അതിനായി സാജു നവോദയെ ക്ഷണിക്കുന്നു. ശ്രീ സന്തോഷ് കുമാർജി ലേറ്റായിട്ടാ വന്നത്, സുഖമില്ലായിരിക്കണം. അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. നന്ദി പ്രകാശനം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ 4 പേരും പടം സംവിധാനം ചെയ്യുന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് ഞങ്ങൾ ഈ പടത്തിലേക്ക് സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം നമ്മൾ മുമ്പ് ചെയ്ത് കാണിച്ച ഒരു ഡയറക്ടർമാരോ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അത്തരത്തിലൊരു കാര്യം ഞങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസറും ബാക്കിയുള്ള എല്ലാവർക്കും ഞങ്ങൾ ആദ്യം ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നത്. പിന്നെ ഇന്നിവിടെ ക്ഷണിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇന്ന് ഈ കാണുന്നത് പോലെയുള്ള ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇനി മുമ്പോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഇപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഉണ്ടാവും എന്നറിയാം, എല്ലാവരും കൂട്ടുകാരാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പം എല്ലാവർക്കും ഇന്നിവിടെ വന്ന ചാനലിനും അതുപോലെ മറ്റേ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാനും പ്രശാന്തും ഷിജുവും പ്രിയനും എല്ലാവരും പ്രൊഡ്യൂസർ അടക്കമുള്ളവരുടെ നന്ദി ഞാനായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. മുമ്പോട്ടും ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇതിൽ പ്രത്യേകിച്ച് നേരത്തെ അദ്ദേഹം പരാമർശിച്ചില്ല, അതുകൊണ്ട് പറയുകയാണ്. TR ദേവൻ ചേട്ടനാണ് ഇതിൻ്റെ ഒരു ഓളായിട്ട് നിൽക്കുന്നത്. ഒപ്പം ഋഷി രതീഷ് ഉണ്ട്. പിന്നെ ലാൽപ്രിയൻ ചേട്ടനാണ്. ഞങ്ങൾ 4 പേരും സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ലാൽപ്രിയൻ ചേട്ടനാണ്. പിന്നെ പ്രദീപേട്ടൻ നമ്മുടെ ടീമിൽ ഉൾപ്പെടുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അതും കൂടി അറിയിക്കുന്നു. എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. ഇതിന് മുന്നോട്ടുള്ള പ്രയാണം നമ്മൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഔപചാരികമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വളരെയേറെ നമ്മുടെ സുഹൃത്തുക്കൾ പുറത്തു നിന്ന് കാണുന്ന CR ലെനിൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇവിടെ എല്ലാം നിറഞ്ഞുപോയി. അതുകൊണ്ട് സോറിയുടെ പറയുന്നു. കുറച്ചുകൂടെ വലിയൊരു ഹോളൊക്കെ എടുക്കേണ്ടതായിരുന്നു. എന്തായാലും എല്ലാവർക്കും വന്ന് എത്തിച്ചേർന്നതിൽ സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഒരു സ്നേഹ കഴിച്ചിട്ട് വേണം മടങ്ങാനെന്നോടും കൂടി പറയും.